ഇതൊരു അൺപ്ലാൻഡ് യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചേച്ചീനെ കാണാൻ വേണ്ടി കോഴിക്കോട് പോയപ്പോൾ അവിടെ അടുത്ത് ബേപ്പൂർ ഉണ്ടായിരുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത്. ഭയങ്കര വെയിലാണ്. ഇത്രക്കാർ ആൾക്കാർ ഈ ഒരു കൊച്ചനെ നോക്കാനാട്ടോ. എല്ലാത്തിലും ഒരു യൂണിക് ഐറ്റം ഉണ്ടാവും എന്നെ പോലെ. അതാ തോന്നുന്നു. ഞങ്ങള് ഇപ്പോ ബേപ്പൂര് മറ്റേ ഒരു പാലല്ല എന്താ പറയാ, വാക്ക്വേ വന്നേക്കുവാണ്. ഇതൊരു അൺപ്ലാൻഡ് ആട്ടോ. ഇങ്ങനെ വരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. പെട്ടെന്ന് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഒന്ന് വന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. നമ്മൾ കടലിൻ്റെ നടുക്കൂട്ടം നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് വരിക. ചേച്ചിയില്ല, ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ട്. പെട്ടെന്നായിട്ട് ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വലിയേച്ചി ക്ലിനിക്കിലേക്ക് പോയി. ഞാനും കുഞ്ഞേച്ചിയും ഷിബി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടായിരുന്നു ഷിബി ശ്രീജിയും. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഇതിപ്പോൾ കാലിക്കറ്റാണ്. പ്രോപ്പർ കാലിക്കറ്റ് കഴിഞ്ഞിട്ട് വരും. ഞാൻ പറഞ്ഞു മേലെ മറിയുന്ന വെള്ളം ഇവിടുന്ന് കുറേ ആൾക്കാർ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ അവർ കുറേ മീനെ പിടിച്ചു. പക്ഷെ എനിക്കിത് ഫോട്ടോയിൽ ആഡ് ചെയ്യാൻ, പക്ഷേ വീഡിയോസിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മീൻകാരുടെ പിടിക്കാൻ പോയോ? സ്രാവിനെ കിട്ടും വേണ്ടി പോയതാ. ചെറിയ പരളപ്പലം കിട്ടിയില്ല. തൂറ്റത്തൊന്നും പാടി വരുന്നിരിക്കുന്നു എൻ്റെ മോൻ. ഒളിച്ചു കളിക്കാം. നമ്മൾ പോകുമ്പോൾ ഒരു 12 മണിയൊക്കെ ടൈം ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു. അങ്ങോട്ടേക്ക് പോകാനേ പറ്റില്ല. കുറേ ദൂരം കടലിൻ്റെ നടുക്കൂടെ പോകുന്ന പോലെ തോന്നും കേട്ടോ. പക്ഷെ നമുക്ക് അത്ര ദൂരം പോകാൻ പറ്റില്ല. ഇമ്മ്യൂസൊക്കെ ഉള്ളതുകൊണ്ടും നല്ല വെയിലുമാണ്. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ തന്നിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കോഴിക്കോട് സൂര്യയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു കസിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ അവിടെ നിന്ന് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഷിബിനെ വീണ്ടും പോസ്റ്റാക്കിക്കൊണ്ട് SM സ്ട്രീറ്റിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. നല്ല തിരക്കുണ്ട് സൺഡേ ആയതുകൊണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ടും ഒരു മാരേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് നടത്താൻ ഇന്നൊരു ദിവസം കൂടെ ബാക്കിയുള്ളത് കൊണ്ടും നമ്മൾ SM സ്ട്രീറ്റിൽ കയറി ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ തീരുമാനിച്ചു. ഷോപ്പ് നോക്കിച്ച് ഇവർ കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ അതിൽ നല്ല ഉണ്ടാവും. അവിടെ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിറങ്ങുമെന്ന്. ഞങ്ങൾ ചേച്ചിക്കും വാവക്കൊക്കെ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് തന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ.